ഒന്ന് കുറച്ചുകൂടെ നന്നായിട്ട് വിച്ച് മീൻസ് ഒന്ന് ഇഷ്ടമാണ്, അതിനേക്കാളും ഒരു പടി മുകളിൽ തന്നെയാണ്. ബട്ട് ചില സ്ഥലങ്ങളിൽ കുറച്ച് ക്രിഞ്ചും കാര്യമൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. വേറെ പ്രോബ്ലം ഒന്നും എനിക്ക് തോന്നില്ല. നല്ല മൂവി. അതെ മോൾ തന്നെയാണ്. തേർഡ് ഇതിനെക്കാട് സൂപ്പർ ആണെന്ന് വിചാരിക്കും. എങ്ങനെയുണ്ട്? കുറച്ച് ക്രിഞ്ചുണ്ട്. എങ്ങനെയുണ്ടോ ഈ ഒരു ബാലയ ഒരു റേഞ്ച് ഉണ്ട്. ഇല്ല ఆ ഒരു యాక్షన్ సీక్వెన్స్ ఆ రేంజ్ ఉంది. సినిమా మాత్రం సూపర్ ఉంది. సూపర్ ఉంది అసలు. మళ్ళీ నేషనల్ అవార్డు కొట్టిన ఆశ నాకు. നല്ല അടിപൊളി പടമാണ്. കാണണം കേട്ടോ, നിങ്ങൾ പോയി കാണണം. അടിപൊളി സൂപ്പർ കോമഡി പടം വരുന്നുണ്ട്. അടിപൊളി അല്ലു അർജുൻ്റെ കോമഡി പടം. നമുക്ക് ഇതുവരെ അല്ലു അർജുൻ്റെ ഇങ്ങനത്തെ ഒരു പടം തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. അടിപൊളി. നിങ്ങൾ കാണണം കേട്ടോ. പക്ഷേ എൻ്റെ പൊന്നെ ഫസ്റ്റ് പാർട്ടിൻ്റെ പ്രതീക്ഷയിൽ വന്ന് അടിച്ചും ഫാസ്റ്റ് ഫാസിലിനെയൊക്കെ എന്തിനാണ് ഇതിൽ വെറുതെ അല്ല. ഫാസ്റ്റ് ഫാസിൽ പ്രൊമോഷന് വരാത്തത് വെറുതെ അല്ല. അതുകൊണ്ടാണ് ഇത് ഫാസ്റ്റ് ഫാസിൽ അവനറിയാം പടം പൊട്ടുന്നു. ഇതിൻ്റെ ഡബ് ചെയ്ത ആളുണ്ടല്ലോ, ഇതിൻ്റെ ഈ സിനിമ ഡബ് ചെയ്ത ആൾ പറഞ്ഞ് അടിപൊളി. ഇപ്പോൾ സൂപ്പർ ഫൈറ്റ് പ്രതീക്ഷ വന്നത് ഭയങ്കര അടിപൊളി കോമഡി ആയിട്ടുണ്ട്. ഇതിൽ ഡബ് ചെയ്ത ആൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇനി അല്ലു അർജുൻ ഇത് നിർത്തിയിട്ട് 2 പടം കൂടെ കഴിഞ്ഞിട്ട് പുഷ്പ 3 ഇറക്കണമെന്നാണ്. കാരണം അവൻ പടം കണ്ടവൻ മനസ്സിലായിട്ടുണ്ട് ഇനി പുഷ്പയ്ക്ക് പ്രതീക്ഷയില്ല. കാരണം പുഷ്പ ഫസ്റ്റ് നിങ്ങൾ തെലുങ്കന്മാരത്തോട് ചോദിച്ചു നോക്കി, ചിലപ്പോൾ അവന്മാർ ചിലപ്പോൾ നല്ലതെന്ന് പറയും. പക്ഷേ എൻ്റെ പൊന്നെ നാടകം തോറ്റു. നല്ലൊരു മാസ ആക്ഷൻ പടം കാണാൻ അടിപൊളി മാസമായിട്ടുണ്ട്. ഇത് പടമായി പോയി കൊള്ളൂല. പിന്നെ ഉറക്കം നമുക്ക് അതിൽ ഉറക്കം രസമില്ലാത്തതുകൊണ്ട് അധികം കൊള്ളൂല. അർജുൻ ആക്ടിങ് തോപ്പു. അല്ലു അർജുൻ ശ്രീവല്ലി ആക്ടിങ് തോപ്പ്. അല്ലു അർജുൻ ആക്ടിങ് ഫാഫ കലക്കിയിട്ടുണ്ട്. അല്ലു അർജുൻ സാറിന് പിന്നെ പറയണ്ടല്ലോ, ആദ്യം ഫസ്റ്റ് ലെവലിനേക്കാളും കിടിലാക്കിയിട്ടുണ്ട്. പിന്നെ നല്ല ഇമോഷണലി നല്ല വർക്കൗട്ട് ആയിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ടിനേക്കാളും നല്ല ഇമോഷണലി വർക്കൗട്ട് ആയിട്ടുണ്ട്. നല്ല ഫാമിലി മാനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും ഒരേ തരത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരു റോൾ. നല്ല പടം. സെക്കൻഡ് ഹാഫ് ഉറങ്ങിപ്പോയി കുറച്ച്, അത്രേ ഉള്ളൂ. ഫസ്റ്റ് ഹാഫ് രാവിലെ ആണോ കണ്ടു. അടിപൊളി പടം. സെക്കൻഡ് ഹാഫ് ഉറങ്ങാൻ സൂപ്പർ. 1.5 മണിക്കൂർ നല്ല പാസം വെച്ചിട്ടുണ്ട്. പോരെന്നല്ല, ഇൻ്റർനാഷണൽ ഫുള്ള് ഒരു കുടുംബ പടം എടുത്തു വച്ചേക്കുന്നു. സത്യം പറഞ്ഞാൽ ഒന്നുമില്ല, വേസ്റ്റ് ആയിപ്പോയി. ഫയറും ഇല്ല, ഫ്ലവറും ഇല്ല. സത്യം പറഞ്ഞാൽ ഇൻ്റർവ്യൂവിൽ ഒരു ദിവസം കൊള്ളാതെ. എന്താണ് ഇത്തവണ താഴ്ന്നു പോയിട്ടുണ്ട്, പൊങ്ങിയിട്ടില്ല. കൊള്ളത്തില്ല. അതായത് പാർട്ട് 1 ഇഷ്ടപ്പെടുന്നില്ല, 2 ഇഷ്ടപ്പെടുമായിരിക്കും. വളരെ മോശം. ഒരു വായിക്ക് കൊള്ളത്തില്ല. സെക്കൻഡ് ഹാഫൊക്കെ വെറുതെ എടുത്ത് നശിപ്പിച്ച് കളഞ്ഞു. ഫയർ കൂടി ഒരു ധാകയില്ല. എന്തൊക്കെ വേണ്ടി ചെയ്ത് കളഞ്ഞു. പാർട്ട് 3 കൊണ്ടത് അതും കൂടെ സഹിക്കണം. അൺസഹിക്കബിൾ ഒഫൻസ്. അതിനുണ്ട് അഴിഞ്ഞാട്ടോ. ഫ്ലവറല്ല ഫയർ. കുഴപ്പമില്ല. ഒന്നും പറയാനില്ല. കൊള്ളൂല. ഫസ്റ്റിന്റെ വിലയും കൂടെ കളഞ്ഞു. കോമഡി പടം ഒരു രക്ഷയില്ല. കണ്ണീരൊക്കെ ഒലിച്ച് സെക്കൻഡ് ഹാഫ് ആയപ്പോ പുഷ്പേ തുടങ്ങി ചന്ദന മഴയിൽ അവസാനിച്ചു. ഫസ്റ്റ് ഹാഫ് കുറച്ചൊക്കെ കണ്ടിരുന്നു. സെക്കൻഡ് ഹാഫ് പോരാ എന്നുവെച്ചാൽ ഒരു സീരിയൽ വൈബാക്കി ഇല്ലാണ്ടാക്കി കളഞ്ഞു. ഒരു ആവശ്യമില്ല. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ലായിരുന്നു. രശ്മിക ക്രിഞ്ച്. ശരി, സെക്കൻഡ് ഹാഫ് കൊള്ളായിരിക്കും നോക്കിയപ്പോൾ സീരിയലാണ് കാക്കി ഇരിക്കാൻ വയ്യ. കൊള്ളത്തില്ല. പടം ആവറേജ് മൂവിയാണ്. എനിക്ക് മനസ്സിലായത് പുഷ്പ 3 ഉണ്ടെന്ന് തോന്നുന്നു. ഫഹദ് ഫാസിൽ, അല്ലു അർജുനൊക്കെ അടിപൊളി. പക്ഷേ സ്ക്രിപ്റ്റ് വൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എന്താണ്, സ്റ്റൈലാണെങ്കിലും ഇമോഷൻസ് ആണെങ്കിലും ഒക്കെ കണ്ടിരിക്കാൻ കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് എവിടേക്കും എനിക്കൊരു ലാഗ് ഫീൽ ചെയ്തു. സെക്കൻഡ് ഹാഫ് കയറി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഓവറോൾ പറയുമ്പോൾ ഒരു ആവറേജ് മൂവിയായിട്ടേ പറയുള്ളൂ. അല്ല, അല്ലു അർജുൻ പൊളിയായിരുന്നു. പക്ഷെ ഒരു ആവറേജ് മൂവിയുടെ ഒരു ഫീലേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും. എക്സ്പെക്ട് ചെയ്തതിനേക്കാളും നല്ലതായിരുന്നു. പടം അത്ര പോരാ, ആവറേജ് പടമാണ്. വലിയ കുഴപ്പമില്ല. അവസാനമൊക്കെ ഫുള്ള് കോമഡിയാണ്. അത്രേ ഉള്ളൂ. ഫാസിലുള്ള പറയല്ല ബ്രോ, ഒരു അപരാധം പിടിച്ചൊരു പടമാണ്. പ്രത്യേകിച്ച് പോസിറ്റീവായിട്ട് എടുത്ത് പറയത്തക്ക ഒന്നുമില്ല. പിന്നെ ആകെ ഉള്ളത് ഫഹദിൻ്റെ കുറച്ച് പെർഫോമൻസ് മാത്രമാണ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇപ്പോൾ രാഷ്മികയൊക്കെ വൻ വെറുപ്പിക്കലായിരുന്നു എന്ന് പറഞ്ഞാൽ ലിറ്ററലി ഞങ്ങൾ ഭയങ്കര വെറുപ്പില്ല മൂവി. ഒരു ഇതായിട്ട് നമ്മൾ കണ്ടിരിക്കാൻ പറ്റത്തില്ല. ഞാൻ മലയാളമാണ്.
ഡബിങ് കുഴപ്പമില്ല, പക്ഷേ സോങ്സ് ഡബ് ചെയ്തില്ല, അതെല്ലാം വെറും ക്രിഞ്ചായിരുന്നു. കേട്ടില്ല. സോങ്സ് അത് തന്നെ ട്രോളിലുള്ളത് പോലെ തന്നെയാണ്. നമ്മൾ ഈ കൈരളിയിലേ കേൾക്കത്തില്ലേ, സെയിം അതേ വൈബായിരുന്നു. ലൈക്ക് എന്താ അല്ലു അർജുൻ എന്തോ ചെയ്യാൻ നോക്കി കിട്ടിയില്ല, പാപ്പ എന്തോ ചെയ്ത് കിട്ടിയില്ല, ആകെ രശ്മിക മന്ദനയാണ് എന്തോ ചെയ്ത് കിട്ടിയത്. പുള്ളിക്കാരൻ നാഷണൽ അവാർഡ് ഉറപ്പാണ്. എൻ്റെ പോയിന്റ് ഇജാതി വെറുപ്പിക്കൽ പാൻ ഇന്ത്യ കോമഡി പടം എന്തായാലും ബോറൊന്നും അടിക്കില്ല, നല്ല എൻ്റർടൈൻമെൻറ്റ് തന്നെ കോമഡി ആയിട്ട് കാണുകയാണ്. ഫുൾ ഒരു അപരാധം പടമായിട്ട് സ്പീക്ക്, വേറെ ഒന്നുമില്ല, ഒരു ഫയറും ഇല്ല, എല്ലാം വാട്ടറായിട്ട് പോയെന്ന് തോന്നുന്നു. പുഷ്പ ആവറേജ് മൂവി എന്നേ പറയാൻ പറ്റുള്ളൂ. ഏറ്റവും ലാസ്റ്റിലത്തെ ഒരു ഫൈറ്റ് ഉണ്ട് കേട്ടോ, അണ്ണൻ്റെ കൈയും കാലും കെട്ടിയിട്ടുള്ള ഒരു ഫൈറ്റ് ഉണ്ട്. കൈയും കാലും കെട്ടി കഴിഞ്ഞാൽ നമുക്കൊന്ന് മൂത്രം ഒഴിക്കാൻ പോലും പറ്റില്ല, ഒന്ന് ചൊറിയാൻ പോലും പറ്റില്ല, ശരിക്കും പറഞ്ഞാൽ ഒന്ന് തൂറാൻ പോലും പറ്റില്ല. അന്ന് ഒരു 19 വില്ലന്മാർ വരപ്പം കറങ്ങി പറന്നൊക്കെ അടിക്കണം, പക്ഷെ അത് മോശമായിപ്പോയി. ബാക്കിയൊന്നും കുഴപ്പമില്ലായിരുന്നു. കോസ്റ്റ്യൂം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് കെട്ടാൻ വേണ്ടി എനിക്ക് എൻ്റെ ഭാര്യ ആദ്യം പറയുമായിരുന്നു. പിന്നെ ഇതെല്ലാം എനിക്ക് സെലക്ട് ചെയ്ത് തന്നത് നമ്മുടെ സ്കൂളിലെ സ്റ്റാഫാണ്, ടീച്ചർ എന്ന് പറയുന്നത് നിത്യ എന്ന് പറയുന്ന ഒരു ടീച്ചറുണ്ടായിരുന്നു. അവരാണ് ഇതെല്ലാം എനിക്ക് സെലക്ട് ചെയ്ത് തന്നത്. പിന്നെ പൈസയൊക്കെ തന്ന് സഹായിച്ചത് ദൃശ്യം എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിയാണ് പൈസ തന്നത്. സിനിമ ബ്രോ ആവറേജ് മൂവി എന്ന് പറയാൻ പറ്റുള്ളൂ. ഞാനൊരു അല്ലു അർജുൻ ഫാനും കൂടെയാണ്. അല്ലു അർജുൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ ഒരു കോമഡി പോലെ ആയിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ആ ഒരു സെൻറ്റിമെൻറ്റ്സ് ഒരു കോമഡി ആയിട്ട് തോന്നി. ഒരു ഇതില്ലാതെ എടുത്ത് വെച്ചേക്കുന്നത് ഒരു എന്തൊരു പറയും, അതിനെ കാട്ടി മേളിലാണ് സാധനം എന്ന് വെച്ചാൽ ഫസ്റ്റ് പാട്ട് പുഷ്പയുടെ ഫസ്റ്റ് പാട്ടെന്ന് വെച്ചാൽ നമുക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു പടമുണ്ട്, നല്ല വൃത്തിയായി അല്ലു അർജുൻ ഉപയോഗിച്ച സാധനമാണ്. സെക്കൻഡ് പാർട്ടൊക്കെ ഫസ്റ്റ് ഹാഫൊക്കെ കണ്ടപ്പോൾ നമുക്കൊരു ആകാംക്ഷയായിരുന്നു, എങ്ങനെ സെക്കൻഡ് ഹാഫ് ഇനി എന്തിനാവും എന്നുള്ളത്. ട്രെയിലർ കണ്ടപ്പോഴേ ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ചിലപ്പോൾ പോകുമെന്നൊക്കെയാണ് തോന്നിയത്. സെക്കൻഡ് ഹാഫ് കണ്ടപ്പം മതിയായി, എന്തരമൊക്കെ കാണിച്ചു വെച്ചിരുന്നു പുറത്ത്. ഇനി തേർഡ് പാട്ടൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്, എന്തിനാണെന്ന് സംഭവം എന്ന് പറഞ്ഞുകൂടും. അങ്ങനത്തെ രീതിയിൽ പോകുന്നുണ്ട്. പക്ഷേ അങ്ങനെ സെക്കൻഡ് ഹാഫിൽ നമ്മൾ കുറച്ചും കൂടെ കയറും എന്ന് പറഞ്ഞ് നോക്കും, പക്ഷേ താഴോട്ട് തന്നെ പടം പോകും. ഓവറോൾ നോക്കിയാൽ അത്യാവശ്യം കുഴപ്പമില്ല ബ്രോ. പക്ഷേ അവസാനത്തെ ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ വളരെ ഒട്ടും വേണ്ടാത്ത രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ കയറി വന്ന സാധനമാണ്, അങ്ങനെ പോയിരുന്നെങ്കിൽ ചിലപ്പോൾ അതിപ്പോൾ ഫസ്റ്റ് പാർട്ടുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു സിനിമയായിപ്പോയി സെക്കൻഡ് പാർട്ട് കൊണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ കുറച്ച് എന്താ പറയാൻ കോമഡി ആക്കി വെച്ചിട്ടുണ്ട് നല്ലപോലെ. ലാസ്റ്റൊക്കെ ഫുൾ സെന്റിമെന്റ് എന്ന് പറഞ്ഞിട്ട് കോമഡി ആക്കി വെച്ചിട്ടുണ്ട് അവിടെ. പിന്നെ ഈ സീരിയലിൽ നിന്ന് കോപ്പി റൈറ്റ് ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഏഷ്യാനെറ്റിൽ നിന്ന്. അപ്പം എന്തായാലും മിക്കവാറും പാർട്ട് 3 ഒരു കോമഡി ആയിട്ട് തന്നെ വരും. മാത്രം കൊള്ളാം. സെക്കൻഡ് ഹാഫ് കൊന്ന് കൊല വിളിച്ച സിനിമ. ഫസ്റ്റ് ഹാഫ് എങ്ങനെയും പോകും, ഫസ്റ്റ് ഹാഫ് എങ്ങനെയും പോകുന്നില്ല, എൻഗേജിങ് ആയിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് സിനിമ മൊത്തത്തിൽ ഇല്ലാണ്ടായിക്കളഞ്ഞ സെക്കൻഡ് ഹാഫാണ്. ഒട്ടും കൊള്ളൂല, കാണല്ലേ. ഞാൻ വീട്ടിൽ പോയിരിക്കാൻ പറയും, വേണേ വന്നിരുന്ന് ഗ്യാസ് കൊള്ളണേ വരാം, അല്ലാതെ വരല്ലേ, സത്യം കൊള്ളത്തില്ല. അല്ലു അർജുൻ നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്, പക്ഷേ ഒന്നും അങ്ങോട്ട് വർക്കാവുന്നുണ്ട്. എന്നാലും ഫസ്റ്റ് ഹാഫ് കൊള്ളായിരുന്നു, പക്ഷേ സെക്കൻഡ് ഹാഫ് കൊണ്ട് നശിപ്പിച്ച് കളഞ്ഞു. സീരിയൽ ലെവൽ മേക്കിങ്ങും പിന്നെ കുറേ അൺവാണ്ടഡ് സീൻസും രശ്മികയായിട്ടുള്ള കോമ്പിനേഷൻ സീൻസും ഒക്കെ ഭയങ്കര ബോറായിപ്പോയി. ഒരു ഓവറോൾ സാറ്റിസ്ഫൈഡ് അല്ല. ഞാൻ നല്ല എക്സ്പെക്റ്റേഷനിൽ വന്നതായിരുന്നു, പക്ഷേ ഒന്നും അങ്ങോട്ട് ശരിയായില്ല. അതുകൊണ്ട് അത് തന്നെ ചന്ദനമല്ല സാന്ത്വനം, കുടുംബ വിളക്ക് പോലെ ആയിപ്പോയി അവസാനം. ഇത് ക്ലൈമാക്സ് ഒക്കെ ഒട്ടും ശരിയായില്ല. അപ്പോൾ ഇനി ഈ വർഷം ഇറങ്ങിയ ബിഗ് ബഡ്ജറ്റ് പടങ്ങളെല്ലാം ഒരുവിധം ഇങ്ങനെ ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുക. ഇനി അടുത്ത വർഷം നോക്കാം നല്ല പടങ്ങളൊക്കെ ഇറങ്ങുവാണെങ്കിൽ. തേർഡ് പാർട്ട് ഉണ്ട്, അവസാനം ടൈലൻഡ് ഉണ്ട്, അതും ബോറാക്കി വെച്ചേക്കുന്നത്. അതുകൊണ്ട് തേർഡ് പാർട്ടൊക്കെ ഇറക്കുമെന്ന് അറിയില്ല. കങ്കുവയുടെയും സെക്കൻഡ് പാർട്ട് അനൗൺസ് ചെയ്തിട്ട് അവസാനം ഇനി ഇറക്കുമെന്ന് അറിയില്ല. അതുകൊണ്ട് ഇതും അങ്ങനെ അങ്ങ് പോകത്തേ ഉള്ളൂ. അത് പടം ഫ്ലോപ്പായിരിക്കും എന്തായാലും. കേരളത്തിൽ നല്ല ഫ്ലോപ്പായിരിക്കും, അവിടെയൊക്കെ ഹിറ്റ് ആവുമായിരിക്കും, അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അറിയുള്ളൂ ഓരോ ദുരന്ത പടങ്ങൾ വരെയാണ്. 4 മണിക്കൂർ ഷോ നിർത്തി. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല കേട്ടോ. അതായത് ഈ ചെയ്യണമല്ലോ എന്ന് കരുതി കൊണ്ടുവന്ന ഒരു എന്താ പറയുക വില്ലനും ആ ഒരു സീനും എവിടെയോ കൊണ്ടുവന്ന് അങ്ങ് അവസാനിപ്പിച്ചതുപോലെ ഒരു ഫീൽ ഉണ്ടായി. ഭയങ്കര ലെങ്ത് ആയിരുന്നു, അതായത് ചില സീൻസൊക്കെ അൺവാണ്ടഡ് ആയിട്ട് ലെങ്തി ആയിട്ട് തോന്നി. ഫസ്റ്റ് ഹാഫ് നല്ല ലാഗാണ്. അതൊക്കെ അത് സാറ്റലൈറ്റും മറ്റേ ഇതിലൊക്കെ അവർക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ആസ് എ ഓഡിയൻസ് പെർസ്പെക്റ്റീവ് നോക്കുവാണെങ്കിൽ അത്രയ്ക്കൊരു പാർട്ട് 1 വെച്ച് ഒന്നും അല്ല. ഭയങ്കര ലാഗായിട്ട് തോന്നി, ഭയങ്കര ലാഗ്. പിന്നെ ഓക്കെ കണ്ടിരിക്കാം, വേസ്റ്റ് ആവൂല, പക്ഷെ എന്നാലും നമുക്കൊരു എക്സ്പെക്റ്റേഷൻ കാണുമല്ലോ. അപ്പോൾ വൺ വെച്ച് നോക്കുമ്പോൾ ദർ ഇസ് നത്തിങ്.
ഇത് സെക്കൻഡ് ഹാഫിൽ ചെറിയൊരു ട്രാക്ക് ഇങ്ങനെ മാറിപ്പോയോ എന്നൊരു സംശയമുണ്ട്. ഫസ്റ്റ് ഹാഫ് ഞാൻ സത്യം പറയല്ല, ഞാൻ സിനിമ പുഷ്പ 1 എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സിനിമയായിരുന്നു. ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഒന്നും കാര്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു എക്സൈറ്റ്മെൻറ്റ് തരാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ പാട്ടുകൾ വന്നപ്പോഴത്തേക്കും ഒരു ഭോജ്പൂരി ലെവൽ പാട്ടുകളൊക്കെ ആയിരുന്നു ആ ഒരു മേക്കിങ്ങിൽ. അപ്പം ഞാൻ അല്ലു അർജുൻ ഒരു ഭോജ്പൂരി സിനിമ ലാർജ് സ്കെയിലിൽ ഒരു 600 കോടി മുടക്ക് മുതലുള്ള വരുന്ന ഒരു ഭോജ്പൂരി സിനിമയിൽ അല്ലു അർജുൻ അഭിനയിച്ചാൽ എങ്ങനെയിരിക്കും അത് കാണാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു ഞാൻ വന്നത്. ഞാൻ ഭോജ്പൂരി സിനിമകൾ അടിച്ചു താഴ്ത്തിക്കൊണ്ട് അല്ലെങ്കിൽ മോശമായിട്ട് പറയുന്നില്ല, പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്ന ഭോജ്പൂരി ആൽബം സോങ്സ് ആയിരുന്ന പാട്ടുകളെല്ലാം അങ്ങനത്തെ ഒരു, പക്ഷേ ആ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കി കഴിയുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഹാഫ് മികച്ച രീതിയിൽ വന്നിട്ടുണ്ട്, നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. കുറേ മാസ് സിനിമീൻസ് ഇടയ്ക്കിടയ്ക്കുള്ള എലിവേഷൻസ് എല്ലാം കൃത്യമായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ എത്തിയപ്പോഴത്തേക്ക് മാസ് കാണിച്ച് എല്ലാം കയ്യിലിനി ആവനാഴിയിൽ പിന്നെ അമ്പില്ല, തീർന്നു, ആ ഒരു അവസ്ഥയെത്തി. അപ്പം അതിന് ഞാൻ പറയുന്നത് കഥാപാത്രത്തിന് മോശമാക്കാൻ അല്ലെങ്കിൽ വേറൊന്നുമല്ല, കാരണം കഥ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഇതുണ്ട്. അപ്പോഴാണ് നിങ്ങൾ പറഞ്ഞ പോലെ ചെറിയൊരു ട്രാക്ക് മാറ്റം വരുന്നുണ്ട്. പക്ഷേ ഒരു നായകൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കിക്കഴിഞ്ഞാൽ നായകൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്നുള്ളൊരു ഇതാണ്. പിന്നെ ആന്ധ്രാപ്രദേശിൽ ഓൾറെഡി സംഭവിച്ചിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ ഒരു ചെറിയൊരു എലമെൻറ്റ്സ് അത് കാണുമ്പോൾ തന്നെ എനിക്ക് തോന്നിയായിരുന്നു. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോയിലറായി. ഇപ്പം പെട്ടെന്ന് അതിൻ്റെ അടുത്ത വാക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായി. മോന്തയൊന്നുമല്ല ഇത്, നമ്മളെ എന്തൊക്കെ പറയാം, ഒരു പരിധിവരെ ഫസ്റ്റ് ഹാഫിൽ മാസ് കാണിക്കുന്നതെല്ലാം ഡയലോഗിലൂടെയും കൂടുതലൊന്നുമല്ല. തുടക്കത്തിൽ കോമഡി മാസ് കാണിക്കുന്ന കോമഡി സീനിലൂടെയൊക്കെയാണ് മാസ് കാണിച്ചുകൊണ്ടിരുന്നത്. സെക്കൻഡ് ഹാഫിൽ എത്തിയപ്പോഴത്തേക്കും പിന്നെ കോമഡി ഒന്നുമില്ല, വയലൻസ് ആയിരുന്നു. അത് ഇത് എന്തോ എനിക്ക് അവർക്ക് പുള്ളിക്കാരൻ മോന്ത പിടിച്ചിറക്കാനെന്നതില്ല, പക്ഷേ ശരീരത്തിലൂടെ എല്ലാം ബാക്കിയെല്ലാ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ട രീതിയിൽ പുള്ളിയെല്ലാം ചെയ്തിട്ടുണ്ട് അതിനകത്ത്. അപ്പം അങ്ങനെയൊക്കെയായിരുന്നു. എൻ്റെ ഒരു കുഴപ്പമില്ല. പടം ആവറേജ് ആണ്. പുഷ്പ ഫ്ലവറും അല്ല ഫയറും അല്ല, പുഷ്പ ലോലനാണ്. പുഷ്പ ഇരുന്ന് പട്ടിയെ പോലെ ഇരുന്ന് മോങ്ങും. സെൻറ്റിമെൻ്റൽ സീനൊന്നും ഓഡിയൻസിൽ എത്തിയിട്ടേ ഇല്ല, വളരെ മോശം സെൻറ്റിമെൻ്റൽ സീൻസ്. അതുപോലെ തന്നെ പുഷ്പയുടെ സാരി സീന് കുറച്ച് തമ്മാനൂരെ ഓർമ്മിച്ചൊക്കെ ഒന്ന് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. ആ ലെവൽ അലമ്പ്. അത് രണ്ടാമത്തെ സീക്വൻസ് കാളിയായിട്ട് വരുന്ന സാരി എടുത്ത് വരുന്നത് കൊള്ളാം. ആദ്യത്തേക്ക് ഭയങ്കര ബോറാണ്. രശ്മി മന്ദന ഓവർ ആക്ടിങ്, അതുപോലെ തന്നെ രശ്മി മന്ദന ആവശ്യമില്ലാതെ ഓവർ എക്സ്പോഷർ സീൻസൊക്കെ ഒരു കാര്യമില്ല, ആവശ്യമില്ലാത്ത സ്പോട്ടിലൊക്കെ കാണിക്കുന്നുണ്ട്. മൊത്തത്തിൽ ഒരു ആവറേജ് പടം, അത്രേ ഉള്ളൂ. പുഷ്പ മോശമെന്നേ പറയാൻ പറ്റുള്ളൂ, എന്നാലും ആവറേജ് മൂവി. അല്ലു അർജുൻ എന്നുള്ള നല്ലൊരു നടൻ, ഏറ്റവും ലാസ്റ്റൊക്കെ കുറച്ച് കോമഡി ആയിപ്പോയി സെൻറ്റിമെൻറ്റ്സ് ഒക്കെ. പക്ഷേ ഇത്രയും നല്ലൊരു നടന് ഫാൻസ് വളരെ കുറവായി പോയതിൽ ഒരു വിഷമമുണ്ട്. കാര്യം ബാക്കി വിജയ് ആയിരുന്നാലും സൂര്യയുടെ കങ്കുവൊക്കെ തന്നെ ഭയങ്കര ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അല്ലു അർജുന് ഇപ്പം ഫാൻസായിട്ട് കുറച്ച് ആൾക്കാർ പോലും കാണുന്നില്ല എന്നാണ്. പക്ഷേ നമ്മളെ സ്നേഹിക്കുന്ന ഞാനൊരു കലാകാരൻ എന്ന നിലയ്ക്ക് ഞാൻ കലയെ സ്നേഹിക്കുന്ന ആളായതുകൊണ്ടാണ് എനിക്ക് ഈ വേഷം കിട്ടണമെങ്കിൽ ഒരു നാണക്കെട്ടില്ല.